ക്ലീറ്റസ് എന്നറിയപ്പെടുന്ന മൂന്നാമത്തെ പാപ്പയുടെ യഥാർത്ഥ പേര് അനാക്ലീറ്റസ് എന്നാണ്. ക്രിസ്തുവർഷം 76 മുതൽ 88 വരെയായിരുന്നു അദ്ദേഹം റോമാസഭയ്ക്ക് നേതൃത്വം നൽകിയത്. ക്ലീറ്റസ് എന്നാൽ വിളിക്കപ്പെട്ടവൻ എന്നാണ് അർത്ഥം. അനാൻക്ലേറ്റൂസ് എന്ന ഗ്രീക്ക് വാക്കിൻ്റെ അർത്ഥം കുറ്റമറ്റവൻ എന്നാണ്. അക്കാലത്ത് പല സേവകരുടെയും പേരിനോട് ചേർത്ത് ഇത്തരം പേരുകൾ ഉപയോഗിച്ചിരുന്നതിനാൽ അദ്ദേഹം താഴ്ന്ന കുലത്തിൽ ജനിച്ചവനായിരുന്നു എന്ന് കരുതപ്പെടുന്നു. അദ്ദേഹത്തിൻ്റെ പിതാവിൻ്റെ പേര് എമിലിയാനൂസ് എന്നായിരുന്നു എന്ന് ചരിത്ര ഗ്രന്ഥങ്ങളിൽ കാണുന്നു. പത്രോസ് ശ്ലീഹായുടെ സുവിശേഷ പ്രഘോഷണം വഴി റോമിൽ വച്ച് ക്രൈസ്തവ വിശ്വാസത്തിലേക്ക് വന്ന ഗ്രീക്കുകാരനായിരുന്നു ക്ലീറ്റസ് എന്ന് വിശ്വസിക്കപ്പെടുന്നു. ലത്തീൻ ക്രമത്തിലുള്ള വിശുദ്ധ കുർബാനയിലെ ഒന്നാം കാനോനയിൽ രണ്ടാം മാർപ്പാപ്പയായ വിശുദ്ധ ലീനസിൻ്റെ പേര് കഴിഞ്ഞ് കൊടുത്തിരിക്കുന്നത് വിശുദ്ധ ക്ലീറ്റസിൻ്റെ നാമമാണ്. തൻ്റെ അപ്പസ്തോലിക ശുശ്രൂഷയുടെ ഭാഗമായി അദ്ദേഹം വൈദികരെ പട്ടം നൽകി അജപാലക ശുശ്രൂഷയ്ക്കായി നിയോഗിച്ചതായും റോമിലെ ക്രൈസ്തവ സമൂഹത്തെ 25 ഇടവകകളായി വിഭജിച്ചതായും പാരമ്പര്യങ്ങൾ സാക്ഷിക്കുന്നു. സഭാചരിത്രകാരനായ എയൂസേബിയസ് പറയുന്നത് ഡൊമീഷ്യൻ ചക്രവർത്തിയുടെ ഭരണത്തിൻ്റെ 12-ാം വർഷം ക്ലീറ്റസ് മാർപ്പാപ്പ കാലം ചെയ്തു എന്നാണ്. തൻ്റെ മുൻഗാമിയായ ലീനസ് മാർപ്പാപ്പയുടെ കബറിനരികെ ക്ലീറ്റസ് മാർപ്പാപ്പയെ സംസ്കരിച്ചു എന്ന് പാരമ്പര്യം പറയും. ജൂലൈ 13 വിശുദ്ധ ക്ലീറ്റസ് പാപ്പായെ സഭ ഓർക്കുന്നു. റോമൻ രക്തസാക്ഷികളുടെ ചരിത്രം വിവരിക്കുന്നിടത്ത് അദ്ദേഹത്തിൻ്റെ പേരും ചേർക്കപ്പെട്ടിരിക്കുന്നു.